നിങ്ങൾ നന്നായി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. നല്ലപോലെ എക്സസൈസ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് മസിലിൽ നല്ല വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതെന്താണ്? ചില ക്ലയൻസ് എക്സസൈസ് ചെയ്യാൻ വരുമ്പോൾ അവർ പറയും എനിക്കൊന്ന് നല്ല പെയിൻ ഉണ്ട്, അപ്പം അവർക്ക് ആ ദിവസം നല്ല ഹെവി ഇന്റൻസിറ്റി എക്സസൈസ് വീണ്ടും കൊടുക്കാൻ പറ്റുമോ? അതേപോലെ സ്വന്തമായി എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തലേ ദിവസത്തെ പെയിൻ കാരണം കൊണ്ട് വീണ്ടും നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കുറച്ച് ചെയ്യണോ, കൂടുതൽ ചെയ്യണോ, അതോ ചെയ്യാതിരിക്കണോ എന്നുള്ള പല ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഹെവി ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്ത ശേഷം 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ 2 ദിവസം വരെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഒരു പെയിൻ, അസഹനീയമായ പെയിൻ, അതിന്റെ പേരാണ് മസിൽ സോർനെസ് അല്ലെങ്കിൽ ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്, DOMS. എക്സസൈസിന് ശേഷം കുറച്ച് സമയം എടുത്തു തുടങ്ങുന്ന പെയിൻ ആയ കാരണം കൊണ്ടാണ് ഇതിനെ ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ടിയേഴ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ട്രോമ നിങ്ങളെ മസിൽ സംഭവിക്കുന്നതാണ്. ഈ ഹെവി എക്സസൈസസ് കാരണം കൊണ്ട് അതിന്റെ ഇസെൻട്രിക് കോൺട്രാക്ഷൻ, പ്രത്യേകിച്ചും അത് മസിൽ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ഇസെൻട്രിക് കോൺട്രാക്ഷൻ സംഭവിക്കുന്ന കാരണം കൊണ്ടുണ്ടാവുന്ന മൈക്രോസ്കോപ്പിക് ടിയേഴ്സ് ഒരു 72 മണിക്കൂർ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സമയമാകുമ്പോഴേക്കും ഈ ടിയേഴ്സ്, ഈ മൈക്രോസ്കോപ്പിക് ടിയർ അല്ലെങ്കിൽ ഈ ട്രോമ പ്രോപ്പർ ന്യൂട്രീഷനും റെസ്റ്റും കാരണം കൊണ്ട് കുറഞ്ഞു വരും. അതേപോലെ മസിൽ അഡാപ്റ്റ് ആവുന്ന കാരണം കൊണ്ട് പിന്നീടുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാളിൽ ഫ്യൂച്ചറിൽ ചിലപ്പം ഈ പെയിൻ കാണാനുള്ള സാധ്യത കുറവാണ്. ഈ മൈക്രോസ്കോപ്പിക് ടിയേഴ്സിന് പുറമെ നമ്മുടെ അനൈറോബിക് എക്സസൈസസ് അല്ലെങ്കിൽ അനൈറോബിക് കോൺട്രാക്ഷന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുണ്ടാകുന്ന ലാക്ടിക് ആസിഡ് പോലുള്ള ബൈ പ്രൊഡക്ട്സും ഈ ഒരു പെയിനിന് കാരണമായി പല സ്റ്റഡീസും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലാക്ടിക് ആസിഡിലെ അസിഡിക് പാർട്ട്, അതായത് H+ അയോണാണ് പ്രധാനമായും ഈ പെയിനുള്ള ഒരു റീസൺ. പ്രോപ്പർ ന്യൂട്രീഷൻ, അതുപോലെ പ്രോപ്പർ റിക്കവറി ടൈം, പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ്, ലൈറ്റ് മസാജിങ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പെയിൻ കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസൈസ് നന്നായി ചെയ്യുന്ന വ്യക്തികൾ അടുത്ത ദിവസം പ്രോപ്പറായി സ്ട്രെച്ച് ചെയ്യാൻ, അതേപോലെ മസാജ് പോലുള്ള സർവീസ് യൂസ് ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പെയിൻ, ഈ ഒരു സോർനെസ് മസിൽ ഗ്ലൈക്കോജൻ റീപ്ലേസിംഗ് എബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസും കാണിക്കുന്നു. പ്രധാനമായും അനൈറോബിക് എക്സസൈസസ്, അതായത് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള എക്സസൈസസ് അല്ലെങ്കിൽ ഫാസ്റ്റ് സ്പ്രിന്റിങ്സ് ഒക്കെ അതിനുള്ള എനർജി സോഴ്സസ് മസിൽ ഗ്ലൈക്കോജൻ ആണ്. അപ്പം നിങ്ങളെ തലേദിവസത്തെ എക്സസൈസ് കാരണം കൊണ്ട് ഓൾറെഡി ഈ പെയിൻ ഉള്ള സമയത്ത് നിങ്ങളുടെ മസിൽ ഗ്ലൈക്കോജൻ കപ്പാസിറ്റി, മസിൽ ഗ്ലൈക്കോജൻ സ്റ്റോറിംഗ് കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആ സമയത്ത് വീണ്ടും ഹൈ ഇന്റൻസിറ്റി എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അവിടെ സോഴ്സ് ഓഫ് എനർജി വളരെ കുറവായിരിക്കും, ഗ്ലൈക്കോജന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. സോ ഇത് എക്സസൈസിനെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം. ഈ ഒരു കാരണം കൊണ്ടും ഈ വേദന അനുഭവിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസസ് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. അടുത്ത് വരുന്ന ഡൗട്ട്, ഈ പെയിൻ നിലനിൽക്കുന്ന സമയം, അതായത് ഒരു എക്സസൈസ് ചെയ്ത് 72 മണിക്കൂർ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഈ പെയിൻ കുറയുന്നതിന് മുന്നേ വീണ്ടും അതേ ഇന്റൻസിറ്റിയിൽ അതേ മസിൽസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിന് പല സ്റ്റഡീസും പറയുന്നത് ഇങ്ങനെ ഓവർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റാബ്ഡോമയോസിസ് പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാം. ഈ മൈൽഡ് റാബ്ഡോമയോസിസിന്റെ കാരണം ഓവർ ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ കാരണം കൊണ്ട് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും ബ്ലഡിലെ പ്രോട്ടീൻ കൂടുന്നു. ഇത് കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കാനും റാബ്ഡോമയോസിസിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബോഡിക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഓവർ എക്സസൈസസ് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് ചില സ്റ്റഡീസ് നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പെയിൻ കൂടുതലായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ജോയിന്റ് മൊബിലിറ്റിയെ അത് നെഗറ്റീവ്ലി ബാധിച്ചേക്കാം. പെയിനുള്ള ഒരു ജോയിന്റ് അല്ലെങ്കിൽ പെയിനുള്ള ഒരു മൂവ്മെന്റിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ്സ് ഒരു വ്യക്തിക്ക് പ്രോപ്പറായി യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഈ അവസ്ഥയിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് ഒരു ഇഞ്ചുറിയിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെ പെയിനുള്ള സമയത്ത് ഇഞ്ചുറി റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഹെവി എക്സസൈസസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോവർ ബോഡി മസിൽസ് വളരെ സോർ ആയിരിക്കുന്ന അവസ്ഥ, വളരെയധികം പെയിനുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ഫാസ്റ്റ് റണ്ണിങ്ങോ മൂവ്മെന്റ്സോ എജിലിറ്റി മൂവ്മെന്റ്സോ അല്ലെങ്കിൽ സ്പ്രിന്റിംഗ് മൂവ്മെന്റ്സോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തെന്നി വീഴാനും അത് ഇഞ്ചുറിയിലേക്ക് നയിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സോർനെസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് കഴിയുന്നതും ഹൈ ഇന്റൻസിറ്റി എക്സസൈസസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എക്സസൈസ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന ഈ പെയിൻ കാരണമാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നുള്ള പല മിസ്കൺസെപ്റ്റും കാണുന്നുണ്ട് ട്രെയിനേഴ്സിന്റെ ഇടയിലും അതേപോലെ എക്സസൈസ് ചെയ്യുന്നവരുടെ ഇടയിലും. പക്ഷേ ആക്ച്വലി ഇത് അങ്ങനെ ഗ്രോത്തിന് കാരണമായ ഒരു പെയിൻ അല്ല. ഈ എക്സസൈസ് ഇന്റൻസിറ്റി കാരണം കൊണ്ടുണ്ടാകുന്ന മൈക്രോസ്കോപ്പിക് ടിയറും ഇതേപോലെ പോലെ H+ അയോൺസും ഒക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ടുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. ഈ പെയിൻ കുറഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ പിന്നെ മസിൽ സോർനെസ് അനുഭവിക്കുന്ന ആ സമയത്ത് എങ്ങനത്തെ എക്സസൈസ് ചെയ്യാം? അതായത് നിങ്ങൾ കഴിയുന്നതും ലൈറ്റ് ടു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസസ്, ലൈറ്റ് ടു മോഡറേറ്റ് കാർഡിയോ വാസ്കുലർ എക്സസൈസസ് അല്ലെങ്കിൽ ലൈറ്റ് ടു മോഡറേറ്റ് സൈക്ലിംഗ് ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും ഈ പെയിൻ 2-3 ദിവസത്തിനുള്ളിൽ കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റും. അങ്ങനെ കുറഞ്ഞു വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹൈ ഇന്റൻസിറ്റി എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ നല്ല ഹെവി ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ പെയിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കുറച്ച് ചെയ്യാവുന്നതാണ്. റിക്കവർ ആയ ശേഷം ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് നിങ്ങൾ ട്രൈ ചെയ്യുക. അതേപോലെ നിങ്ങൾ ട്രെയിനർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകം ഈ പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരെ കാർഡിയോ എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങിൽ ഫോക്കസ് എടുത്തിട്ട് അവരെ റിക്കവറിക്ക് പ്രാധാന്യം നൽകേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവർക്ക് പ്രോഗ്രസീവ്ലി നിങ്ങൾക്ക് ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി, നമസ്കാരം.